ഹായ് ഫ്രണ്ട്സ്, ഓണമൊക്കെ അല്ലേ വരുന്നത്. മുല്ലപ്പൂവില്ലാതെ മലയാളികൾക്ക് എന്തോണം. അപ്പോൾ ഇന്ന് മുല്ലപ്പൂ കൊണ്ടുള്ള ഹെയർ ആക്സസറീസാണ് കാണിക്കുന്നത് കേട്ടോ. ഞാൻ മുല്ലപ്പൂ കൊണ്ടുള്ളൊരു മറ്റേ അലിഗേറ്റർ ക്ലിപ്പാണ് ആദ്യം ഉണ്ടാക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ ഫോം ഷീറ്റ് പക്ഷേ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ഞാനിതിപ്പോൾ ഉണ്ടാക്കിയൊരു ഫോം ഷീറ്റാണ് കേട്ടോ. കുഴപ്പമില്ല, അത്യാവശ്യം നന്നായി തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഇതിങ്ങനെ ലൈനായിട്ട് 2 ലൈനായിട്ടാണ് ഒട്ടിച്ചു കൊടുത്തത്. ഫുള്ളായി വന്നില്ല. അപ്പോഴത്തേനും എൻ്റെ ക്യാമറ ഓഫായി പോയിരുന്നു, ഞാനത് അറിഞ്ഞില്ല. എന്നിട്ട് ഇത് മേലെ റെഡ് കളറിലൊരു പൂവ് ഒട്ടിച്ചു കൊടുത്തിട്ടു. ഈ പൂവിൻ്റെ പേര് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല, അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതെങ്ങനെ വെച്ച് കൊടുത്തു. നോക്കുമ്പോൾ എനിക്കതിൻ്റെ ഒരു കംപ്ലീറ്റ് ആയിട്ട് വന്നപ്പോൾ എനിക്ക് അത്ര കണ്ട് പറ്റിയില്ല. അപ്പോൾ ഞാൻ ഓരോന്നോരോന്നായി പിന്നെ ഇരുന്ന് ശരിയാക്കിയിരുന്നു കേട്ടോ. അതിന് ശേഷം ഞാൻ അലിഗേറ്റർ ക്ലിപ്പിലേക്ക് അത് ഒട്ടിച്ചു കൊടുത്തു കേട്ടോ. അത് ഓക്കെ ആയതിന് ശേഷമാണ് ഞാൻ ഒട്ടിച്ചു കൊടുത്തത്. അങ്ങനെ ഞാൻ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം അത് ഒന്ന് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. ആ സമയം കൊണ്ട് അടുത്ത ഒരെണ്ണം കൂടെ ഞാൻ ഉണ്ടാക്കിയിരുന്നു. സത്യസന്ധമായി പറഞ്ഞാൽ ക്യാമറ ഓഫായി പോകുന്നത് എനിക്ക് അറിയുന്നില്ല. അങ്ങനെ പലതും ഞാനിതിൽ ഷൂട്ട് ചെയ്യാതെ വിട്ടു. അങ്ങനെ രണ്ട് അലിഗേറ്റർ ക്ലിപ്പ് എടുത്തതിന് ശേഷമാണ് ഇടയിലിടയിൽ എൻ്റെ ക്യാമറ ഓഫായി പോയ സത്യം ഞാൻ അറിഞ്ഞത്. ദേ മുല്ലപ്പൂ തൂങ്ങിച്ചെത്തു. അയ്യോ, അത് പിടിച്ച് പൊളിച്ച് കളഞ്ഞു. ഓക്കെ, അങ്ങനെ ഞാൻ 2 അലിഗേറ്റർ ക്ലിപ്പ് ഉണ്ടാക്കി. ഓക്കെ, നന്നായിട്ടുണ്ടോ? എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷേ അലിഗേറ്റർ ക്ലിപ്പ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ആലോചിച്ചത്, വെറും അലിഗേറ്റർ ക്ലിപ്പ് മാത്രം പോരല്ലോ. അങ്ങനെ ഞാനൊരു ഹെയർ ബാൻഡ് കൂടി ഉണ്ടാക്കാനുള്ള സാഹസികമായ തീരുമാനമെടുത്തു. അങ്ങനെ ഞാനൊരു സിൽവർ കളർ ഹെയർ ബാൻഡിൽ ഗമ്മൊക്കെ തേച്ചിട്ട് പിടിച്ചു. എൻ്റെ ഗമ്മിൻ്റെ അവസ്ഥ കണ്ടാൽ ചിലപ്പോൾ എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറയും. പിന്നെ ഗമ്മിന് വായുണ്ടായിരുന്നെങ്കിൽ എന്നെ അത്യാവശ്യം നന്നായി ചീത്ത വിളിച്ചേനെ. എൻ്റെ ഉപയോഗത്തിൻ്റെ ഗുണം കൊണ്ടും സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ടും കൂടിയാണ്. അപ്പോൾ ഇതിങ്ങനെ തേച്ച് പിടിപ്പിച്ച ഗമ്മിലേക്ക് ഹെയർ ബാൻഡിലേക്ക് ഓരോ മുല്ലപ്പൂവായി ഞാനിങ്ങനെ ഒട്ടിച്ചു കൊടുത്തു. അങ്ങനെ മുഴുവനായിട്ട് ഏകദേശം അത് മുഴുവനായിട്ട് ഒട്ടിച്ചു കൊടുത്തു കേട്ടോ. ഇത് പേപ്പർ കൊണ്ടുള്ളൊരു മറ്റേ മുല്ലപ്പൂവാണ്. പണ്ടൊക്കെ എനിക്ക് ഈ മുല്ലപ്പൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര അത്ഭുതമുള്ളൊരു സാധനമായിരുന്നു. കാരണം ഞാൻ പഠിച്ചതൊക്കെ ഹോസ്റ്റലിലാണ്. അപ്പോൾ എനിക്ക് ഈ മുല്ലപ്പൂവൊന്നും അധികം കിട്ടില്ല. പക്ഷേ ഇപ്പോൾ എൻ്റെ ഒരു വാശിക്ക് ഞാൻ മുല്ലപ്പൂവ് നന്നായി മാല കെട്ടാൻ വരെ പഠിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് മുല്ലപ്പൂ ഭയങ്കര ഇഷ്ടമായി ഇപ്പോൾ. പക്ഷേ ഇത് പേപ്പർ കൊണ്ടുള്ളതാണ്, ഇതിന് മണമൊന്നും ഉണ്ടാവില്ല. ഞാനിത് മുഴുവനായി ഒട്ടിച്ചെടുത്തു. ഓക്കെ, ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞപ്പം അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് എന്തോ ഒരു കുറവില്ലേ, അങ്ങനെ ഒരു തോന്നൽ. അങ്ങനെ ഞാൻ വീണ്ടും അതിൻ്റെ പുറത്തുകൂടി ഗമ്മൊക്കെ തേച്ച് ഇത് സ്റ്റോൺ ലൈസ് ഒട്ടിച്ചു കൊടുത്തു കേട്ടോ. എൻ്റെ ഗമ്മ് അത് കാണിക്കുമ്പോഴാണ് എനിക്ക് ആകെ ഒരു സങ്കടം. ശരി, സാരമില്ല, ഞാൻ പുതിയതൊരെണ്ണം വാങ്ങി വെച്ചിട്ടുണ്ട്. ഇത് പക്ഷേ മാക്സിമം ഉപയോഗിക്കുക എന്നുള്ളതാണല്ലോ, മലയാളികളാകുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണമല്ലോ. അങ്ങനെ ഞാനിത് മുഴുവനായി ഒട്ടിച്ചെടുത്തു കേട്ടോ. എന്നിട്ട് ഒരു ലൈൻ ഒട്ടിച്ചപ്പോൾ എനിക്ക് എന്തോ ഒരു ഭംഗിക്കുറവ് പോലെ തോന്നി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കുറച്ചുകൂടി ആർഭാടാക്കാൻ വേണ്ടിയിട്ട് ഒരു ലൈനും കൂടെ ഒട്ടിച്ചെടുത്തു. അങ്ങനെ മൊത്തം 2 ലൈനിൽ സ്റ്റോൺ ലൈസ് ഗോൾഡൻ കളറിൽ ഒട്ടിച്ചു കൊടുത്തു കേട്ടോ. പിന്നെ എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഞാനേ ഈ എന്താ പറയുക, ജ്വൽ മേക്കിങ് പഠിക്കാനുള്ള മോഹം കൊണ്ട് പോയി പെട്ടൊരു അബദ്ധം ആണ് ഇനി അടുത്തത് പറയേണ്ടത് എനിക്ക്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. വലിയൊരു അബദ്ധമായിരുന്നു അത്. അങ്ങനെ ഞാനിത് 2 ലൈനും ഫുള്ളായി ഒട്ടിച്ചെടുത്തു. ഒട്ടിച്ചെടുത്തപ്പോൾ ഇത്തിരി വളഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അതൊക്കെ ഒന്ന് ശരിയാക്കി കൊടുത്തിരുന്നു. അതിന് ശേഷം എന്നിട്ടും എനിക്ക് പോരാന്ന് തോന്നി. അങ്ങനെ ഞാനിത് കുഞ്ഞു റോസാപ്പൂക്കളും കൂടി അതിലൊട്ടിച്ചു കൊടുത്തു. ഇതിൽ കൂടുതലും ഞാൻ എന്തെങ്കിലും ചെയ്താൽ ചിലപ്പോൾ ഹെയർ ബാൻഡ് റീത്താവാൻ ചാൻസ് ഉണ്ട്. അത് കാരണം ഞാൻ ആ പരിപാടിക്ക് നിന്നില്ല. അങ്ങനെ ഈ കുഞ്ഞു റോസാപ്പൂവും കൂടി ഒട്ടിച്ചു കൊടുത്തപ്പോൾ എനിക്ക് സംതൃപ്തിയായി. എങ്ങനെയുണ്ട് ഫൈനൽ ലുക്ക്? ഇഷ്ടപ്പെട്ടോ? എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഇത്രയ്ക്ക് ഭംഗിക്ക് വരുമെന്നൊന്നും വിചാരിച്ചില്ലേ. എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെന്താ, എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.